അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് തിയോടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പോഡ്കാസ്റ്റ് വീഡിയോയുമായിട്ടാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ളത് മറ്റാരുമല്ല, നൂഹ ബിൻത്ത് സജ്ജാദ്. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു വൈജ്ഞാനിക ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ താക്കോലാണ്, പറുദീസയുടെ താക്കോൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണമെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്, ചില കണ്ടീഷൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കണ്ടീഷൻസ് എന്താണ് എന്നും ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂടെയുള്ള ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് നൂഹ ബിൻത്ത് സജ്ജാദ് അവർ നമ്മോട് ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അവരിലേക്ക് ചെല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്ക് നൂഹ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ശരിക്ക്? There is no God but Allah. യെസ്, മാഷാ അല്ലാഹ്. ദർ ഈസ് നോ ഗോഡ് ബട്ട് അല്ലാഹ്. അതായത് അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല. ദൈവവുമില്ല അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും അതാണ് അർത്ഥം. അപ്പോൾ ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണമെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് ഉണ്ടോ, ഷർത്തുകളുണ്ടോ? ആ, ഇപ്പൊ ഒരു ചായ ആവണമെങ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. തീർച്ചയായും. വെള്ളം തിളപ്പിക്കണം, ഉം, വെള്ളം ഒഴിക്കണം, ഉം, അങ്ങനെയൊക്കെ. ഉം. ശരിയാണ്. അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇടണം, ചായപ്പൊടി ഇടണം, അപ്പോഴാണ് ചായ ആവുള്ളൂ അല്ലേ? അല്ലാതെ വെള്ളം തിളപ്പിച്ചുകൊണ്ട് മാത്രം ചായ ആവൂല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. മാഷാ അല്ലാഹ്. അത് എന്തൊക്കെയാണത്? ഒന്ന് ഇൽമ്, ഇൽമ് വേണം. ഓക്കെ. അൽ യഖീൻ, അൽ യഖീൻ, ഓക്കെ. ഇഖ്ലാസ്, അൽ ഇഖ്ലാസ്, അസ്സിദ്ഖ്, അസ്സിദ്ഖ്, അൽ മഹബ്ബ, അൽ മഹബ്ബ, അൽ ഖുബൂൽ, അൽ ഖുബൂൽ, അൽ ഇൻഖിയാദ്. അൽ ഇൻഖിയാദ്. മാഷാ അല്ലാഹ്. 7 കണ്ടീഷൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഗുഡ്. ഇനി എന്താണ് ശരിക്കും ഈ ഓരോ കണ്ടീഷൻസും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ നമ്മളെ കേൾക്കുന്നവരോട്? അൽ ഇൽമ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫസ്റ്റ് അറിയണം. യെസ്, എന്താണെന്ന് അറിയണം അല്ലേ? ഇൽമ് ഉണ്ടാവണം, അതിനെപ്പറ്റി നമുക്ക് അറിവുണ്ടാവണം, നോളജ് ഉണ്ടാവണം. യെസ്, ഓക്കെ. അൽ യഖീൻ എന്ന് പറയുന്നത് ഇപ്പൊ അള്ളാഹു ഉണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും എന്ന് ഡൗട്ട് ഉണ്ടാവാനൊന്നും പാടില്ല. അതെ, അതായത് അള്ളാഹു ദർ ഇസ് നോ ഗോഡ് ബട്ട് അല്ലാഹ്, അല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്ന് വിശ്വസിച്ചാൽ പിന്നെ അതിൽ എന്ത് ഉണ്ടാവാൻ പാടില്ല? ഡൗട്ട് ഉണ്ടാവും. യഖീൻ ഉണ്ടാവണം അല്ലെ? ഉറച്ചു വിശ്വസിക്കണം. ഓക്കെ, ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഗുഡ്. അൽ ഇഖ്ലാസ്, ഇഖ്ലാസ്, ആത്മാർത്ഥയോട് നമ്മള് പറയണം അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ വളരെ ആത്മാർത്ഥതയോട് കൂടി പറയണം. ഓക്കെ, ആത്മാർത്ഥതയോട് കൂടി പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഇഖ്ലാസ്. സിദ്ഖ് എന്ന് പറയുന്നത് സത്യസന്ധത. യെസ്, സത്യസന്ധത അത് നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യണം. സത്യസന്ധമായിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്, പ്രഖ്യാപിക്കേണ്ടതൊക്കെ. ഓക്കെ. പിന്നെ അൽ മഹബ്ബ, സ്നേഹം ഉണ്ടാവണം നമുക്ക് എല്ലാരും കാട്ടിയും എല്ലാരും കാട്ടി സ്നേഹം ഉണ്ടാവുന്നത് അള്ളാഹുവിനോടാണ്. കാരണം അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നമുക്ക് ആവശ്യമായ വെള്ളം ഭക്ഷണം ഒക്കെ ഈ ഭൂമിയിൽ തന്നതൊക്കെ. അപ്പൊ നമുക്ക് എല്ലാവരെക്കാളും സ്നേഹം അള്ളാഹിനോടാവണം അല്ലേ? യെസ്, ഗുഡ്. അൽ ഖുബൂൽ, നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നാവ് കൊണ്ട് മാത്രം പറഞ്ഞാ പോരാ. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കണം. നമ്മള് ശരീരം കൊണ്ട് കണ്ട് അല്ലേ, ജീവിതം കൊണ്ട് സ്വീകരിക്കണം, ഖുബൂൽ ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അൽ ഇൻഖിയാദ്, അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം, ചെയ്യണ്ടെന്ന് പറഞ്ഞത് ചെയ്യാനും പാടില്ല. അതെ, അതായത് നമ്മള് ലൈഫിനെ മൊത്തം സബ്മിറ്റ് ആക്കണം. യെസ്, റബ്ബിന് മൊത്തം സമർപ്പിക്കണം അല്ലേ? അതാണ് ഇൻഖിയാദ്. മാഷാ അല്ലാഹ്, വെരി ഗുഡ്. അഹ്സൻതി, തബാറകല്ലാഹ്, സാദകല്ലാഹു ഇൽമ അല്ലേ? അപ്പോൾ നമ്മളിവിടെ കേട്ട പോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 7 കണ്ടീഷൻസ് എന്താണെന്നുള്ളത്, ആ കണ്ടീഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ കേവലം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ ശരിയാവണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ആണ് ഇവിടെ വളരെ കൃത്യമായി അൽഹംദുലില്ലാഹ് നൂഹ ബിൻത്ത് സജ്ജാദ് നമുക്ക് വിശദീകരിച്ചു തന്നത്. അപ്പോൾ നമ്മളും ഇത് പഠിക്കുക, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അറിവുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ കണ്ടീഷൻസും ഒക്കെ.
അപ്പോൾ നമ്മൾ പ്രായം ചെറുത് വലുത് അങ്ങനെയൊന്നുമില്ല, നമ്മളത് പഠിക്കുക. കാരണം അതൊക്കെ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട അറിവുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്കും അറിയാനും പഠിക്കാനുമുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.